ക്യാമ്പസ് ഓണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉപ്പേരിയും പപ്പടവും പായസവും ഒക്കെയായി ഓണം ഉണ്ണാൻ മലയാളികൾ കാത്തിരിക്കുന്ന ദിനങ്ങൾ എത്തിയിരിക്കുകയാണ്. അത്തം മുതൽ 10 ദിവസങ്ങളായി ആഘോഷിക്കുന്ന സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ ഓണക്കാലം ചെങ്കോട്ടയിലെ സെൻറ് മേരീസ് കോളേജിനൊപ്പം ആഘോഷിക്കുവാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പണ്ട് നമ്മളെല്ലാവരും ഓണം ആഘോഷിച്ചിരുന്നത് എവിടെയായിരുന്നു? നമ്മുടെ നാട്ടിൻപുറത്തിലെ ചെറിയ ചെറിയ ക്ലബ്ബുകളിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴോ അങ്ങനത്തെ ക്ലബ്ബുകളും കാണാനില്ല, അവിടെ ഓണാഘോഷിക്കാനായിട്ട് ആൾക്കാരെയും കാണാനില്ല. എല്ലാവരും ടിവിയുടെ മുമ്പിൽ എന്താണോ ഓണപരിപാടി അത് നോക്കിയിരിക്കുക. എന്നാ ഇപ്പൊ ഞങ്ങളുടെ കോളേജില് ഞങ്ങൾക്ക് ആ ഒരു പഴമയൊക്കെ നിലനിർത്തുന്ന രീതിയിൽ ഓണപരിപാടികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തേക്കുക. മിഠായി പറക്കല്, കസേരകളി, അതേണക്ക് ഉറിയടി, അങ്ങനെ നിരവധി പ്രോഗ്രാംസാണ് ഞങ്ങൾക്ക് ഇവിടെ സാർ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് മിഠായി പറക്കലൊന്ന് കണ്ടിട്ട് വന്നാലോ? പെൺകുട്ടികളുടെ വാശിയേറിയ മിഠായി പറക്കൽ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാടി തന്നെയാണ് ഓരോ അരിമണിയും പറക്കിയെടുക്കുന്നത്. ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്കറിയത്തില്ല. എല്ലാവരും വാശിയേറിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആര് ജയിക്കും എന്നുള്ളത് എല്ലാവരോടും പറക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ കൂടെ നിന്ന് സഹായിയുടെ കൈ കൊടുത്ത് ഓരോന്നും എണ്ണിയെടുക്കുകയാണ്. ആരാണ് ജയിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഓരോരുത്തരും എണ്ണുന്നുണ്ട്. അതേതാ ഫസ്റ്റ് ഇയർ നഴ്സിംഗിലെ ഏഞ്ചൽ സി വർഗീസ് വളരെ ആവേശത്തോടുകൂടി തന്നെ കൈ പൊക്കുന്നുണ്ട്. അതെ, ആ കുട്ടി തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ആ കുട്ടി 116 പയർമണികളാണ് പറക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെ അതിന് ജയിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇയറിലെ ഏഞ്ചൽ സി വർഗീസ്. അടുത്തതായിട്ട് ബോയ്സിന്റെ മിഠായി പറക്കൽ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഗേൾസിനെ പോലെ തന്നെ ബോയ്സും വളരെയധികം ആവേശഭരിതരായിട്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ കാണാം, ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വളരെ നന്നായി തന്നെ മിഠായികൾ പറക്കിയെടുക്കുന്നുണ്ട്. ഇതൊന്നും തനിക്കൊരു പുത്തരിയല്ല, താൻ ഇതിനേക്കാളും വലുതൊക്കെ കണ്ടിട്ടുള്ളതാണെന്ന രീതിയിലാണ് ഓരോരുത്തരും ഇവിടെ മത്സരിക്കാനിരിക്കുന്നത്. എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇവരെന്താ ചെയ്യുന്നത്, ആര് ജയിക്കും? ആദ്യത്തെ സമ്മാനം ഗേൾസിൽ ഫസ്റ്റ് ഇയർ കൊണ്ടുപോയി. ഫസ്റ്റ് ഇയർ കൊണ്ടുപോകുമ്പോൾ ഇല്ല, വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ തന്നെ ജയിക്കുമെന്നും പറഞ്ഞ് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും വാശിയേറിയ രീതിയിൽ ഇവിടെ ഇരുന്ന് മത്സരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അവര് പറക്കിയെടുത്തിരിക്കുകയാണ്. അടുത്തായിട്ട് അത് നമ്മൾ കൂട്ടി നോക്കാണ്. ആരാണ് ജയിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. ഓരോരുത്തരും അവരവരുടെ റെപ്രസെന്റേറ്റീവ്സിന്റെ കയ്യില് അവിടുത്തെ പയർമണികൾ കൊടുത്തിട്ടുണ്ട്. അത് എന്താണ്? അടുത്തതായിട്ട് ആരാണ് വിജയി അറിയാൻ പോകുന്ന സെക്ഷനാണ്. ഫസ്റ്റ് ഇയറിലെ ധനുഷിനാണ് 160, 180. സെക്കൻഡ് പ്രൈസ് തേർഡ് ഇയർ ഷിഹാസ് 160. ഇതായിട്ട് വാശിയേറിയ നമ്മുടെ ഓണത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കസേരകളി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോളേജിലെ ബോയ്സ് അങ്ങനെ കസേരകളി മത്സരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. വളരെയധികം ആവേശഭരിതരായിട്ടാണ് അവർ കസേരകളി കോമ്പറ്റീഷനിൽ നിൽക്കുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. സ്പീഡിൽ ഓടണം, ആരും ഇതിന്റെ ഇഴയാൻ പാടില്ല. ഇത് സ്പീഡിൽ പോകണം. നല്ല ഗ്യാപ്പ് ഇട്ടാണ് എല്ലാവരും ഓടുന്നത്. 14 സ്റ്റുഡൻസും 13 കസേരയാണുള്ളത്. ആദ്യമായിട്ട് ഫസ്റ്റ് ഇയറിലൊരു കുട്ടി തന്നെ ആദ്യമായിട്ട് ഔട്ടായിരിക്കുന്നു. അടുത്തായിട്ട് ഒരു കസേര മാറ്റുന്നതാണ്. വാശിയേറിയ കസേരകളി മത്സരം വീണ്ടും തുടർന്ന് ആരംഭിക്കുകയാണ്. എല്ലാവരും താൻ തന്നെ ജയിക്കണം, ഞങ്ങൾ തന്നെ ജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ആടിപ്പാടി ഉല്ലസിച്ചാണ് ഓരോരുത്തരും കസേരകളി മത്സരത്തിൽ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത ആളും ഔട്ടായിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ ഒരു കസേര കൂടെ മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ മത്സരം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ 4 കസേരയും 5 പേരും. ഇവരിൽ ആര് ഫൈനൽ വരെ നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ അവസാന ഘട്ട മത്സരം 2 കസേര. ഇനി വെറും 2 കസേര മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ.
2 കസേരയും 3 പേരും 2 കസേരയെ വലം വെച്ചുകൊണ്ട് 3 പേര് ഓടുകയാണ്. ആരാകും വിജയി എന്ന് കാണാനായി നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പെൺകുട്ടികളാണ് കസേര കളിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇടയിൽ ഗ്യാപ്പൊന്നും ഇടാതെ ഓടണം. നിങ്ങളെല്ലാവരും നന്നായിട്ട് ഫൗൾ കളിക്കുന്ന രീതിയിലാണ് ഓടുന്നത്. കുറച്ചുകൂടി എനർജിക്കായിട്ട് ഓടട്ടെ. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ച്. നമ്മുടെ പ്രോത്സാഹനമാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഊർജ്ജം എന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് മത്സരം എത്തിയിരിക്കുകയാണ്. വെറും 4 കസേരയും 3 അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഒരു കസേരയും 2 പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാ നമ്മുടെ ഒരു കസേര വലം വെച്ചുകൊണ്ട് ഓടുന്നു. ഏഞ്ചൽ സി വർഗീസ്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ശ്രീധന്യ ഫ്രം അലൈൻഡ് ഹെൽത്ത് സയൻസ്. അതിൽ നമ്മുടെ വാശിയേറെ കസേരകളി മത്സരത്തിന്റെ അവസാനം നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഏഞ്ചൽ സി വർഗീസ് ജയിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് കൈയെടുത്ത് പ്രോത്സാഹിപ്പിച്ചപ്പോ നമ്മുടെ ഗേൾസിന്റെ കസേരകളി മത്സരത്തിലെ വിന്നർ ഏഞ്ചൽ സി വർഗീസ്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ സെന്റ് മേരീസ് കോളേജിലെ ഓണ പ്രമാണിച്ചുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. അപ്പം ഇത് നമ്മുടെ അവസാനത്തെ ഓണമാണ്. ഇത് കോളേജിൽ ലാസ്റ്റ് ഓണമായതുകൊണ്ട് നല്ല സങ്കടമുണ്ട്. ഞാൻ OTT ഡിപ്പാർട്ട്മെൻറ്റിലെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ സെൻറ്റ് മേരീസ് ഗ്രൂപ്പിൽ വന്നിട്ട് 1 month ആവുന്നു. ഇതിന് മുന്നേ വർക്ക് ചെയ്ത കോളേജിൽ ഡിഫറെൻ്റ് ആയിട്ട് സെൻറ്റ് മേരീസിൽ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് തോന്നിക്കാത്ത രീതിയിൽ മലയാളത്തിൻ്റെ തനിമയായ ഓണം സെലിബ്രേഷൻ വളരെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് പിള്ളേർ ഇവിടെ ഫുള്ള് ചെയ്യുന്നത്. കഥകളി, അതുപോലെ തന്നെ തെയ്യം, കുറേ കഥാപരമായിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇവർ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നു. അതുപോലെ ചെയർമാൻ ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടാണ്. അത് ഞാൻ മുന്നേ വർക്ക് ചെയ്ത കോളേജ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഈ വർഷത്തെ ഓണം സെൻറ്റ് മേരീസ് ഗ്രൂപ്പിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സെന്റ് മേരീസ് ക്യാമ്പസ് ഓണത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്നെങ്കിലും ഒരു പിടി നല്ല വിഭവങ്ങളുമായി ഞങ്ങൾ നാളെയും ഇതേ സമയത്ത് എത്തുന്നതായിരിക്കും. അപ്പൊ കാണാൻ മറക്കരുത്.